സോണിയാഗാന്ധിക്കെതിരായിട്ട് പറഞ്ഞാൽ അത് മോഡിയെ സൂചിപ്പിക്കലാണ്. പിണറായി വിജയനെതിരായിട്ട് പറഞ്ഞാലോ? പിണറായി വിജയനെതിരായിട്ട് പറഞ്ഞ ആരെ സൂചിപ്പിക്കലാ? ഇന്ത്യ രാജ്യത്ത് മോഡിയുടെ പാർട്ടി, അതിൻ്റെ നാഷണൽ എക്സിക്യൂട്ടീവ് കൂടി ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമേ ഇന്ത്യ രാജ്യത്ത് ഇല്ലാതാകേണ്ടതുള്ളൂ എന്ന് തീരുമാനിച്ചുള്ളൂ. അവരുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് അവർ പ്രഖ്യാപിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കോൺഗ്രസും അവരും തമ്മിലുള്ള തർക്കം പ്രത്യയശാസ്ത്രമല്ല. കോൺഗ്രസും അവരും തമ്മിലുള്ള തർക്കം, കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പാടില്ല, കോൺഗ്രസിന് BJP അധികാരത്തിൽ ഇരിക്കണ്ട, അത് അധികാര തർക്കം മാത്രമാണ്, പ്രത്യയശാസ്ത്ര തർക്കമല്ല. BJPയെ സംബന്ധിച്ച് പ്രത്യയശാസ്ത്രപരമായി ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കേണ്ടെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടി CPM ആണെന്ന് അവർ നാഷണൽ എക്സിക്യൂട്ടീവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പാർട്ടിയുടെ കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ ഏക മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആഴ്ചതോറും ED അയക്കുക, CBI അയക്കുക. കർണാടകത്തിലെ BJP നേതൃത്വം മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് കൊന്നുകൊടുത്താൽ 1 കോടി രൂപ പ്രഖ്യാപിക്കുക. അപ്പോഴേ ആ പിണറായി വിജയനെതിരായിട്ട് വർത്തമാനം പറഞ്ഞാൽ മോഡിക്ക് സൂചിക്കത്തില്ല. സോണിയാഗാന്ധിക്കെതിരായിട്ട് ആര് വർത്തമാനം പറഞ്ഞാലും മോഡിക്ക് സൂചിക്കും. ഈ രൂപത്തിലാണ് കോൺഗ്രസ് നേതൃത്വം, അത് അദ്ദേഹം മാത്രമല്ല പറഞ്ഞത്, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽപ്പെട്ട കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രിയാകാൻ നിൽക്കുന്ന ആളും കൂടിയാണ് പറഞ്ഞേ. രാജസ്ഥാനിൽ ഒരു പാർലമെന്റ് സീറ്റ് BJPക്ക് വിട്ടുകൊടുത്തിട്ട്, നിരുപാധികം വിട്ടുകൊടുത്തിട്ട്, ഇവിടെ കേരളത്തിൽ വന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾ തന്നെ ഇന്നലെ ആക്ഷേപം ഉന്നയിച്ച സോണിയാഗാന്ധിയുടെ പ്രശ്നത്തിൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്കെതിരായിട്ട് എന്ത് ആക്ഷേപവും നടത്താം, എന്ത് പ്രചരണവും നടത്താം. മുഖ്യമന്ത്രി മാത്രമാണോ? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ രാഷ്ട്രീയ നേതാവാരാ? KK ശൈല ടീച്ചർക്കെതിരായിട്ട് നടത്തിയ ആരോപണം, നിങ്ങൾ ഈ കേസെടുക്കുന്നതിൻ്റെ കഥ പറഞ്ഞല്ലോ, എത്ര കേസ് കിടപ്പുണ്ടെന്ന് നിങ്ങൾ നോക്ക്. KK ശൈല ടീച്ചറുടെ തയ്യൽ ടീച്ചറുടെ തുണ്ട് കാണണം എന്ന് പറഞ്ഞ് മെസ്സേജിട്ട KSU ജില്ലാ ഭാരവാഹികൾ, സ്വപ്ന സുരേഷിന്റെ പടമെടുത്ത് EP ജയരാജന്റെ ഭാര്യയുടെ തലയിൽ വെക്കുന്ന ആളുകൾ ഇങ്ങനെ പ്രചരണം കൊടുക്കുകയാണ്. എന്തെല്ലാം തരത്തിലാണ് ഈ മോർഫ് ചെയ്ത് ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഉണ്ട്. ആ പ്രചരണം ആരാ നടത്തിയത്? ശൈലജ ടീച്ചർ അവരെയുമായി ബന്ധപ്പെടുത്തി കാഫിർ പ്രചരണം നടത്തിയത് ആരാ? നിങ്ങൾ എങ്ങനെ അതിനെയൊക്കെ വ്യാഖ്യാനിക്കാൻ പരിശ്രമിക്കുന്നത്? അപകടകരമായ തോതിലാണ് കോൺഗ്രസിന്റെ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ആളെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? കോൺഗ്രസിന്റെ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരെ ഉപയോഗിച്ച് കേരളത്തിൽ അശ്ലീല പരാമർശങ്ങൾ വീണാർ ജോർജിന്റെ മകളെ പോലും ആക്ഷേപിച്ചുകൊണ്ട്, അതായത് ഇടതുപക്ഷ രാഷ്ട്രീയം പറയുന്ന സ്ത്രീകളുണ്ടോ കേരളത്തിൽ, അവരെ ഏറ്റവും മോശമായിട്ട് വ്യക്തിഹത്യ ചെയ്തിരിക്കും. ഒരാൾക്കെതിരെ ഉന്നയിക്കാവുന്ന ഏറ്റവും മോശപ്പെട്ട ആക്ഷേപം ഉന്നയിച്ചിരിക്കും. അതിന് AI ഉപയോഗിക്കുന്നു. ഇന്നലെ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള അവിടുത്തെ പബ്ലിക് ഫംഗ്ഷനെ കേരളത്തിലെ പൊതുവെ മാധ്യമ ലോകം ആ യഥാർത്ഥ ദൃശ്യം പ്രചരിപ്പിച്ചിട്ട് അതിൻ്റെ വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം മാധ്യമങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ തെളിവ് കിട്ടി. നല്ലൊരു പങ്ക് മാധ്യമങ്ങൾ, എല്ലാവരും ഇല്ല. പക്ഷെ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചാൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാവുന്ന കേസേ എടുത്തുള്ളൂ. ശരി, അദ്ദേഹത്തിന് എതിരെ ജാമ്യം കൊടുക്കാൻ പറ്റാത്ത ഒരു കേസ് കൊടുത്തു.